ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഡീസൽ ഫ്യൂവൽ സിസ്റ്റമാണ് നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഡീസൽ ഫ്യൂവൽ സിസ്റ്റത്തിൽ കമ്പോണൻസ്, അതിൻ്റെ മെയിൻ ആയിട്ട് വരുന്ന കമ്പോണൻസ്, അതിൻ്റെ വർക്കിങ്ങുകൾ എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇഞ്ചക്ടർ വരെയാണ് നമ്മൾ പഠിച്ചത്. ഇഞ്ചക്ടറിൻ്റെ നോസിൽ, ടൈപ്സ് ഓഫ് നോസിൽ വരെ നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും മോഡേൺ എൻജിനുകളിൽ, നമ്മുടെ ഇന്ന് ഇറങ്ങുന്ന മോഡേൺ എൻജിനുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഡീസൽ ഫ്യൂവൽ സിസ്റ്റമാണ്. അതായത് സാധാരണ ഡീസൽ ഫ്യൂവൽ സിസ്റ്റമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചു നിർത്തിയത്. FIP, ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് ഉപയോഗിച്ച് ഫ്യൂവലിനെ പ്രഷറൈസ് ചെയ്ത് ഇഞ്ചക്ടർ വഴി എന്ത് ചെയ്യുന്നു, ഇഞ്ചക്റ്റ് ചെയ്യിക്കുന്നു. ഇതായിരുന്നു നമ്മൾ പഠിച്ചത്. എന്നാൽ ഇന്ന് ഇറങ്ങുന്ന പുതിയ വണ്ടികളിൽ ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഫ്യൂവൽ സിസ്റ്റമാണ് CRDI എന്ന് പറയുന്ന കോമൺ റയൽ ഡീസൽ എൻജിൻ എന്ന് പറയാം, ഡീസൽ ഇഞ്ചക്ഷൻ സിസ്റ്റം എന്ന് പറയാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം എന്നൊക്കെ പറയാം. പല രീതിയിൽ പറയുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ആ ഒരു ഫിഗറിൽ കോമൺ റയൽ ഡീസൽ ഇഞ്ചക്ഷൻ സിസ്റ്റം എന്നാണ് എഴുതിയേക്കുന്നത്, അല്ലേ? ഡീസൽ ഇഞ്ചക്ഷൻ സിസ്റ്റം കുഴപ്പമില്ല, അഥവാ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം എന്നും ഒക്കെ പറയും. അപ്പോൾ എന്താണ് കോമൺ റയൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം? അതിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ എന്താണ് പഠിക്കാൻ പോകുന്നത്? കോമൺ റയൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങുമാണ്. അപ്പോൾ അതിനകത്ത് അവർ ഓൾറെഡി ഫസ്റ്റ് നമ്മളോട് എന്താണ്, കൺസ്ട്രക്ഷനാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെയാണ് ഇത് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്? ഒരു എൻജിനിൽ നമുക്കൊരു പുതിയൊരു എൻജിൻ വരുമ്പോൾ ആ എൻജിനിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ അത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്കതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കാനായിട്ട്, കൺസ്ട്രക്ഷനും വർക്കിങ്ങും പഠിക്കണമെങ്കിൽ അതിൻ്റെ ഫിഗർ നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് വേണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫിഗറിലോട്ട് പോകാം. ഓക്കെ, ഇതാണ് കോമൺ റയൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൻ്റെ ഫിഗർ. റെക്കോർഡിൽ വരയ്ക്കേണ്ട ഫിഗറാണ് ഇത്. നമുക്ക് കറക്റ്റായിട്ട് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കളർ ചെയ്ത് വരക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, വരച്ചതിന് ശേഷം കളറൊന്നും ചെയ്യേണ്ട, അടയാളപ്പെടുത്തി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊരു മൾട്ടി സിലിണ്ടർ എൻജിൻ്റെ ഫ്യൂവൽ സിസ്റ്റമാണ് അവർ കാണിച്ചേക്കുന്നത്. മൾട്ടി സിലിണ്ടർ എൻജിൻ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സിലിണ്ടറുകളുണ്ട്. അപ്പോൾ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഇഞ്ചക്ടറിൻ്റെ എണ്ണം നോക്കിയിട്ട് നമുക്കിത് എത്ര സിലിണ്ടർ എൻജിനാണ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. 4 ഇഞ്ചക്ടറാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. സോ എന്താണ്, 4 സിലിണ്ടർ എൻജിനാണ്, അല്ലേ? 4 സിലിണ്ടർ എൻജിൻ്റെ ഒരു CRDI, കോമൺ റയൽ ഡീസൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് കൊടുത്തേക്കുന്നത്. എന്താണ് അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷനാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. നമ്മൾ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒന്ന് കണക്ട് ചെയ്ത് പോകുവാണ്. അപ്പോൾ ഫ്യൂവൽ ടാങ്ക് മുതൽ ഇഞ്ചക്ടർ വരെയുള്ള കണക്ഷനുകളിൽ ആരൊക്കെയാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുക വെച്ചിരിക്കുന്നത്, ആരൊക്കെയാണ് കണക്ട് ചെയ്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരാൾ ആരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു, മറ്റേ ആൾ പിന്നെ എന്ത് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ കൺസ്ട്രക്ഷനിൽ ഫുള്ളായിട്ടൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആരൊക്കെയാണ് കണക്ട് ചെയ്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് ഈ ഫിഗറിനെ എന്ത് ചെയ്യുവാണ്, ഒന്ന് സൂം ചെയ്യുവാണ്. അപ്പോൾ ഫിഗറിനെ ഒന്ന് സൂം ചെയ്യുമ്പോൾ ഫ്യൂവൽ ടാങ്കാണ് നമ്മൾ ആദ്യം കാണുന്നത്. നിങ്ങൾ സൂം ചെയ്ത ഫിഗറിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താണ്, ഫ്യൂവൽ ടാങ്കാണ്. അപ്പോൾ ഫ്യൂവൽ ടാങ്ക് മുതലാണ് ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്നത്, കേട്ടോ. അപ്പോൾ ഫ്യൂവൽ ടാങ്ക് മുതലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ജസ്റ്റ് ഒന്ന് പറയാൻ പോകുന്നത്. ഫ്യൂവൽ ടാങ്കിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ആളെ പ്ലേസ് ചെയ്തിട്ടുണ്ട്, അല്ലേ? എന്താണത്? അതാണ് ഇലക്ട്രിക്കൽ ഫ്യൂവൽ പമ്പ് എന്ന് പറയുന്നത്. ഒരു ചെറിയ കുഞ്ഞു പമ്പാണ്. ആ കുഞ്ഞു പമ്പിനെ ഫ്യൂവൽ ടാങ്കിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, പ്ലേസ് ചെയ്തിരിക്കുന്നത്. എന്തിനാണെന്നും എന്നൊക്കെ ഉള്ളത് നമുക്ക് വർക്കിങ്ങിലാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എന്താണ് പഠിക്കുന്നത്, ഇതിൻ്റെ കൺസ്ട്രക്ഷനാണ് പഠിക്കുന്നത്. കൺസ്ട്രക്ഷൻ മീൻസ് ഇതിനെ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇത് മൊത്തത്തിലുള്ളൊരു കൺസ്ട്രക്ഷൻ, എന്തൊക്കെയാണ്, ആരൊക്കെയായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നു, ഓരോ കമ്പോണൻസും ആരൊക്കെയായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ജസ്റ്റ് ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ഫ്യൂവൽ ടാങ്ക് എടുത്തു. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഫ്യൂവൽ സിസ്റ്റം ആലോചിച്ച് നോക്കണം. സാധാരണ ഫ്യൂവൽ സിസ്റ്റവും ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്, അല്ലേ? ഏറ്റവും മോഡേൺ എൻജിനുകളിലാണ് ഇന്ന് CRDI ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി CRDI എന്താണ് എന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ല എന്ന് പറയരുത്. അതിൻ്റെ മീനിങ് എങ്കിലും, നമ്മൾ ഫുൾ ഫോം എങ്കിലും എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് പറയണം. കോമൺ റയൽ ഡീസൽ ഇഞ്ചക്ഷൻ സിസ്റ്റം എന്നുള്ളത് നിങ്ങൾക്ക് എക്സാമിനും ചോദിക്കാറുണ്ട്. CRDI ഫോം ചോദിക്കാറുണ്ട്, അല്ലേ? ചിലപ്പോൾ കോമൺ റയൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം എന്ന് കൊടുത്തിട്ട് അതിൻ്റെ ഷോർട്ട് ഫോം ചോദിക്കാറുണ്ട്. താഴത്ത് CRDI എന്നും CRPI എന്നും എന്തെങ്കിലുമൊക്കെ ഓപ്ഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കൊടുക്കും.
അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷനിലേക്ക് ആദ്യം വരുമ്പോൾ ജസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ എന്തുണ്ട്, ഒരു ഫ്യുവൽ ടാങ്ക് ഉണ്ട്. ആ ഫ്യുവൽ ടാങ്കിന് അകത്തായി ഒരു പ്രഷർ ഇലക്ട്രിക്കൽ ഫ്യുവൽ പമ്പാണ് കേട്ടോ. ഇലക്ട്രിക്കൽ ഫ്യുവൽ പമ്പ് ഒരു കുഞ്ഞു പമ്പാണ്. ആ കുഞ്ഞു പമ്പ് എന്താണ്, ഇലക്ട്രിക്കലി വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ ഫ്യുവൽ പമ്പാണ്. ആ ഇലക്ട്രിക്കൽ ഫ്യുവൽ പമ്പ് എന്ത് ചെയ്യുന്നു, അതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നു. പിന്നെ നേരെ അതിൻ്റെ മുകളിലേക്ക് ഒരു ആരോ കാണിച്ചിട്ടുണ്ട്. ആ ആരോ നേരെ പോകുന്നത് എന്താണ്, ഫ്യുവൽ ഫിൽറ്ററിലോട്ടാണ്. ഫ്യുവൽ ഫിൽറ്റർ വിത്ത് വാട്ടർ സെപ്പറേറ്ററാണ്. കാരണം നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞു, ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പഴയ സിസ്റ്റം കൂടി ഒന്ന് ഓർക്കണം. കാരണം പഴയ സിസ്റ്റത്തിൽ ഫ്യുവൽ ഫിൽറ്ററും വാട്ടർ സെപ്പറേറ്ററും എന്താണ്, രണ്ടും രണ്ടായിട്ടാണ് വെച്ചേക്കുന്നത് അല്ലേ, ഒരുമിച്ചല്ലായിരുന്നു, ഒറ്റ ഇതായിട്ടല്ല. ഇപ്പം മോഡേൺ എഞ്ചിനിൽ എങ്ങനെയാണ്, വാട്ടർ സെപ്പറേറ്ററും ഫ്യുവൽ ഫിൽറ്ററും ഒറ്റ കമ്പോണൻ്റ് ആയിട്ടാണ് വരുന്നത്. ആ ഒരു ഒറ്റ ഇതിൽ തന്നെ എന്തുണ്ട്, ഫ്യുവൽ ഫിൽറ്ററും ഉണ്ട്, വാട്ടർ സെപ്പറേറ്ററും ഉണ്ട്. അപ്പോൾ മാറുന്നത് അഡ്വാൻസ്ഡ് ആണ്. ഓരോ ഇതിനെ അപ്ഡേറ്റ് ചെയ്തുമാണ്, നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വരുവാണല്ലേ. ഓരോ കാലത്തും നമ്മൾ ഇന്ന് കാണുന്ന കാര്യങ്ങളായിരിക്കില്ല ഒരു പക്ഷേ നാളെ. അപ്പോൾ നിങ്ങൾ പഠിച്ചിറങ്ങിയതിന് ശേഷം നിങ്ങൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അടുത്തൊരു ജനറേഷൻ എന്ത് ചെയ്യുന്നത്, അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തർ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് എന്ത് ചെയ്യുവാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് കാര്യത്തിലായാലും നമ്മൾ ഓട്ടോമൊബൈൽ ഫീൽഡെന്നല്ല, എല്ലാ ഫീൽഡിലും ഈ പറഞ്ഞിരിക്കുന്ന എന്തുണ്ട്, പറഞ്ഞ ഓരോ അപ്ഡേറ്റുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പല അപ്ഡേഷനുണ്ട്. അതിനൊക്കെ കുറേ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഫ്യുവൽ ഫിൽറ്റർ വിത്ത് വാട്ടർ സെപ്പറേറ്ററാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കണക്ട് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ ഫ്യുവൽ പമ്പ്, ഫ്യുവൽ ടാങ്കിനകത്തെ ഇലക്ട്രിക്കൽ ഫ്യുവൽ പമ്പ് നേരെ ആരുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, ഫ്യുവൽ ഫിൽറ്ററും വാട്ടർ സെപ്പറേറ്റർ അല്ലേ, അത് തമ്മിൽ ഒരുമിച്ച് ഒറ്റ കമ്പോണൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അവരുമായിട്ട് എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഫ്യുവൽ ഫിൽറ്ററിൽ നിന്ന് 2 ലൈനാണ് പുറത്തേക്ക് പോകുന്നത്. ഒരെണ്ണം നേരെ തിരിച്ച് ടാങ്കിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഓൾറെഡി ഒരു കാര്യം മനസ്സിലാക്കാം. ഈ ഇലക്ട്രിക്കൽ പമ്പ് അതിൻ്റെ വർക്കിംഗ് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. റിട്ടേൺ ലൈനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. റിട്ടേൺ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, തിരിച്ച്, അതായത് കൂടുതലായിട്ട് ഫ്യുവൽ ഫിൽറ്ററിനകത്തേക്ക് ചെന്നാൽ നമുക്ക് എന്ത് ചെയ്യും, ആവശ്യത്തിൽ അധികമായി ചെന്ന് കഴിഞ്ഞാൽ അവനെ തിരിച്ച് ടാങ്കിലേക്ക് വിടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ലൈൻ കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു ലൈൻ നേരെ മുകളിലോട്ട് പോയിട്ടുണ്ട്. ആ മുകളിലോട്ട് പോകുന്ന ഒരു കമ്പോണൻറ്റ്, ആ കമ്പോണൻറ്റിൻ്റെ പേരാണ് ഹൈ പ്രഷർ പമ്പ് എന്ന് പറയുന്നത്. ഹൈ പ്രഷർ പമ്പ്, നമ്മുടെ FIP ഉണ്ടല്ലോ, അതേ ഇത് തന്നെയാണ്. ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ് എന്ന് പറയുന്ന പമ്പിന് പകരമായിട്ട് ഹൈ പ്രഷർ പമ്പ് എന്നാണ് പറയുന്നത്. അതായത് ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, ഡീസലിൻ്റെ പ്രഷർ എന്ത് ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു അല്ലേ. ഡീസലിൻ്റെ പ്രഷറിനെ എന്ത് ചെയ്യുന്നു, ഹൈ പ്രഷർ ആക്കിയിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, കൊടുത്തിട്ടിരുന്നത്. ഇതേ സംഭവം തന്നെ, പക്ഷേ ഇവിടെ എന്താണ്, FIP എന്നല്ല, ഹൈ പ്രഷർ പമ്പാണ്. അതായത് ഫ്യുവലിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹൈ പ്രഷർ പമ്പ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, 3 കാര്യങ്ങളാണ് നമ്മൾ ഈ കൺസ്ട്രക്ഷനിൽ പറഞ്ഞത്. ഫ്യുവൽ ടാങ്ക്, അതിനുള്ളിൽ എന്തുണ്ട്, ഒരു ഇലക്ട്രിക്കൽ ഫ്യുവൽ പമ്പ് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ആ ഇലക്ട്രിക്കൽ ഫ്യുവൽ പമ്പ് ആരുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, ഫിൽറ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഫിൽറ്റർ അഥവാ വാട്ടർ സെപ്പറേറ്റർ അല്ല, രണ്ടും ഒരുമിച്ചാണ്. ഇതിൽ നിന്നും പിന്നെ എങ്ങോട്ടാണ് കണക്ഷൻ പോയിരിക്കുന്നത്, ഹൈ പ്രഷർ പമ്പിലോട്ടാണ്, ഹൈ പ്രഷർ പമ്പിലേക്കാണ്. ഈ ഹൈ പ്രഷർ പമ്പിൽ നിന്നും ഇനി നിങ്ങൾ നോക്കിയാൽ ഒരു ബ്ലൂ ലൈനും കാണാം, ഒരു റെഡ് ലൈനും കാണാം അല്ലേ. ബ്ലൂ ലൈൻ, റെഡ് ലൈൻ. ബ്ലൂ ലൈൻ എന്തായിരിക്കും, നമുക്ക് മനസ്സിലായി, കൂടുതൽ ഫ്യുവൽ, നമുക്കതിനകത്ത് കൂടുതലായിട്ട് ഫ്യുവൽ വന്നാൽ ആ ഫ്യുവലിനെ നമ്മൾ തിരിച്ച് റിട്ടേൺ ഡീസലിലേക്ക് വിടുന്നല്ലേ, ഡീസൽ ടാങ്കിലേക്ക് വിടാനായിട്ടുള്ള ഒരു റിട്ടേൺ ലൈൻ, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ റെഡ് ലൈനിൽ കൊടുത്തേക്കുന്നത് ഹൈ പ്രഷർ പമ്പ്, ഏറ്റവും മുകളിൽ, നിങ്ങളിപ്പോൾ ഫിഗർ കാണുന്നതിൽ ഏറ്റവും മുകളിലിരിക്കുന്ന ഒരു 3 ആരോയൊക്കെ ഉള്ളൊരു ഫിഗർ, അതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, ഹൈ പ്രഷർ പമ്പ് എന്ന് പറയുന്നത്. ആ ഹൈ പ്രഷർ പമ്പിൽ നിന്നും വെളിയിലോട്ട് വരുന്ന ഒരു റെഡ് ലൈൻ ഉണ്ട്. ആ റെഡ് ലൈൻ വന്ന് നിൽക്കുന്നത് ഒരു പൈപ്പ് പോലെയുള്ള ഒരു ഇതിലേക്കാണ്. ആ പൈപ്പിൻ്റെ പേരാണ് കോമൺ റയൽ എന്ന് പറയുന്നത്. എന്താണ്, കോമൺ റയൽ. അപ്പോൾ ആ പൈപ്പിൻ്റെ പേരെന്താണ്, കോമൺ റയലാണ് അല്ലേ, അതിൻ്റെ പേരാണ് കോമൺ റയൽ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ആ കോമൺ റയലിൻ്റെ 2 എൻഡിലുമായിട്ട് ഓരോ കമ്പോണൻസ് കൊടുത്തിട്ടുണ്ടല്ലേ. റൈറ്റിലും ലെഫ്റ്റിലുമായിട്ട് ഓരോ ചെറിയ കമ്പോണൻസ് കൊടുത്തിട്ടുണ്ട്, അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നോക്കുക. അപ്പോൾ കൺസ്ട്രക്ഷൻ പറയുന്നതുകൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞു പോകുന്നത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ഒരു അവലോകനം, അതെന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ ഒരു കഥ പോലെ നമുക്കത് പറഞ്ഞു പോകാൻ പറ്റും. അപ്പോൾ ആദ്യം കൺസ്ട്രക്ഷൻ മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിൻ്റെ വർക്കിംഗ് പഠിക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ അതിനാണ് ഈ കൺസ്ട്രക്ഷൻ പറഞ്ഞു പോകുന്നത്. കൺസ്ട്രക്ഷനിൽ ഓരോ ഇതിനകത്ത് എന്തൊക്കെ കമ്പോണൻസ് ആണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത്. അതാണ് നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ വരുന്ന മെയിൻ കമ്പോണൻസ്, ഈ സിസ്റ്റത്തിൽ വരുന്ന മെയിൻ കമ്പോണൻസ് അത് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ജസ്റ്റ് ഈ കൺസ്ട്രക്ഷനിലൂടെ നോക്കുന്നത്. അപ്പോൾ ആ റെഡ് ലൈൻ നേരെ വരുന്നത് എങ്ങോട്ടാണ്, റെഡ് ലൈൻ എന്താണെന്നും അതിൽ എന്തൊക്കെയാണ് വരുന്നതെന്നും നമുക്ക് പിന്നെ വർക്കിങ്ങിൽ പറയാം. ആ റെഡ് ലൈൻ നേരെ വരുന്നത് എന്താണ്, ഒരു പൈപ്പിലേക്കാണ് അല്ലേ. ആ പൈപ്പിൻ്റെ പേരാണ് നമ്മൾ പറഞ്ഞത് എന്ത്, കോമൺ റയൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പോണൻ്റാണ് കോമൺ റയൽ. നമ്മളുടെ ഈ സിസ്റ്റത്തിൻ്റെ പേരിൽ തന്നെ ഉണ്ട് എന്താണ്, CRDI എന്നാണ് അല്ലേ, കോമൺ റയൽ ഡീസൽ ഇഞ്ചക്ഷൻ എന്നുള്ളവ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം എന്നൊക്കെയാണ്. അപ്പോൾ ആ റയലാണ് എന്ത്, ആ പൈപ്പ് പോലെ നിങ്ങൾ കാണുന്നത്. ഇനി ആ പൈപ്പിൻ്റെ രണ്ട് എൻഡിലുമായിട്ട് ഓരോ ചെറിയ കമ്പോണൻറ്റ് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ റൈറ്റ് സൈഡിൽ കാണുന്ന വലത്തെ സൈഡിൽ പൈപ്പിൻ്റെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ ആ ഫോണിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ നോക്കാൻ നേരത്ത് കാണുന്ന റൈറ്റും ലെഫ്റ്റുമാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങളുടെ റൈറ്റും ലെഫ്റ്റുമാണ്. ഇപ്പോൾ നമ്മളൊരു ഫോൺ ഉപയോഗിക്കാൻ നേരത്ത് നമ്മൾ ഫോണിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ റൈറ്റും ലെഫ്റ്റും. അപ്പോൾ ആ പൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ പൈപ്പിൽ നിങ്ങൾ നോക്കുമ്പോൾ കാണുന്ന റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു റയൽ പ്രഷർ സെൻസറാണ്. സെൻസർ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് സെൻസർ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളിലും എന്തുണ്ട്, സെൻസറുകളുണ്ട്. പല സെൻസറുകളുണ്ട് അല്ലേ, ഇഷ്ടം പോലെ സെൻസറുണ്ട്. ഇപ്പോൾ എയർ ബാഗ്, ഒരു വണ്ടി നമ്മൾ ആക്സിഡൻ്റ് ആകുമ്പോൾ ആ എയർ ബാഗ് ഓപ്പൺ ആവുന്നു. എയർ ബാഗ് ഓപ്പൺ ആവാനുള്ള കാരണം എന്താണ്, അതിനകത്തൊരു സെൻസറാണ്. ആ ആക്സിഡൻറ്റ് സംഭവിക്കാൻ നേരത്ത് എന്താണ്, ജസ്റ്റ് ആ വണ്ടി എവിടെയാണോ ഇത്ര കിലോമീറ്റർ ഒരു 70-80 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുമ്പോഴാണ് ഈ വണ്ടി ഇടിക്കാൻ നേരത്ത് എയർ ബാഗ് ഓപ്പൺ ആവുന്നത് അല്ലേ. 60 താഴെയൊക്കെ ആണെങ്കിൽ എയർ ബാഗ് എന്ത് ചെയ്യത്തില്ല, ഓപ്പൺ ആവത്തില്ല. അപ്പോൾ അത് സെൻസർ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ സ്പീഡ് സെൻസ് ചെയ്യുന്നത്. കാർ ഇത്ര സ്പീഡിലാണ് പോകുന്നതെന്ന് ആര് സെൻസ് ചെയ്യും, ഒരു സെൻസറുണ്ട് അല്ലേ, സ്പീഡ് സെൻസർ. ആ സ്പീഡ് സെൻസർ എന്ത് ചെയ്യുന്നുണ്ട്, ആ സ്പീഡ് സെൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സ്പീഡ് സെൻസ് എന്ത് ചെയ്യുന്നു, സെൻസ് ചെയ്തിട്ട് ആ സെൻസറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ എയർ ബാഗ് ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ റയലിനകത്തൊരു സെൻസറുണ്ട്, റയൽ പ്രഷർ സെൻസർ എന്ന് പറയും. അതായത് ഈ റയലിനകത്ത് വരുന്ന പ്രഷറിനെ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു പ്രഷർ റെഗുലേറ്റർ വാൽവ് കൂടിയുണ്ട്. പ്രഷർ റെഗുലേറ്റർ വാൽവ് എന്താണ്, പ്രഷർ റെഗുലേറ്റർ വാൽവ്. അപ്പം രണ്ട് സൈഡിലും ഓരോ കമ്പോണൻസ് ഉണ്ട്. ആരൊക്കെയാണ്, ഒരാളെന്ന് പറയുന്നത് എന്താണ്, റയൽ പ്രഷർ സെൻസറാണ്. മറ്റേ ആളെന്താണ്, പ്രഷർ റെഗുലേറ്റർ വാൽവാണ്. ഇനി റയലിൽ നിന്ന് നേരെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ 4 റെഡ് ലൈൻ കാണാൻ പറ്റും. 4 റെഡ് ലൈൻ അല്ലേ, ചുവപ്പ് വരകൾ കാണാൻ പറ്റും. ആ വര എങ്ങോട്ടാണ് പോകുന്നത്, നേരെ ഇഞ്ചക്ടറിലോട്ടാണ്. 4 ഇഞ്ചക്ടറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇഞ്ചക്ടർ വരെ എത്തുമ്പോഴേക്കും എന്തായി, നമ്മുടെ കൺസ്ട്രക്ഷൻ അങ്ങ് കഴിഞ്ഞു അല്ലേ, കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ഒന്നുമില്ല, ഫ്യൂവൽ ടാങ്ക് അല്ലേ. ഫ്യൂവൽ ടാങ്കിൻ്റെ ഉള്ളിൽ ഒരു ഇലക്ട്രിക്കൽ ഫ്യൂവൽ പമ്പ്. നേരെ അങ്ങോട്ട് വരുന്നു ഫ്യൂവൽ ഫിൽറ്റർ വിത്ത് വാട്ടർ സെപ്പറേറ്റർ. ഫ്യൂവൽ ഫിൽറ്റർ വിത്ത് വാട്ടർ സെപ്പറേറ്റർ. വാട്ടർ സെപ്പറേറ്ററുമായിട്ട് ഉൾപ്പെടെയുള്ള ഒരു ഫ്യൂവൽ ഫിൽറ്ററിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് വരുന്നത്. അതിനുശേഷം പിന്നെ അങ്ങോട്ട് പോകുന്നു, ഹൈ പ്രഷർ പമ്പിലേക്ക് പോകുന്നു അല്ലെ, FIP. നമ്മൾ ഓർമ്മ വേണം, പഴയതിൽ FIP എന്നാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ എന്തായത്, ഹൈ പ്രഷർ പമ്പായി. ഡീസലിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യിക്കുന്നത്, കൂട്ടുന്നത്. അപ്പോൾ ഹൈ പ്രഷർ പമ്പ്. ഹൈ പ്രഷർ പമ്പിൽ നിന്ന് നേരെ അങ്ങോട്ട് വരുന്നു, കോമൺ റയലിലോട്ട് വരുന്നു. കോമൺ റയലിൽ നിന്ന് നേരെ അങ്ങോട്ട് പോകുന്നു, ഇഞ്ചക്ടറിലോട്ട് പോകുന്നു. ദെൻ കോമൺ റയലിൽ അപ്പുറയും ഇപ്പുറയുമായിട്ട് രണ്ട് സൈഡിലുമായിട്ട് ചെറിയ 2 കമ്പോണൻസ് ഉണ്ട്. ആരൊക്കെയാണ്, ഒരാൾ റയൽ പ്രഷർ സെൻസറും മറ്റേ ആളെന്താണ്, പ്രഷർ റെഗുലേറ്റർ വാൽവുമാണ്. പ്രഷർ റെഗുലേറ്റർ വാൽവ്. ഇനി ഒരാളെ നമ്മൾ മെയിനായിട്ട് പറയാനുണ്ട്. ഇത് അസൂം ചെയ്ത് ഞാനിപ്പോൾ കാണിക്കുന്ന ഒരാളുണ്ട്, ECU. ഒരു ബോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ, ഒരു ബോക്സ്, ECU. ഇവനാണ് ഇതിൻ്റെ മേജർ ഭാഗമെന്ന് പറയുന്നത്. കാരണം ഈ ECU എന്ന് പറയുന്ന ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് എന്നോ അല്ലെങ്കിൽ ECM എന്നൊക്കെ പറയും. ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂൾ എന്നോ ഒക്കെ വേണേൽ നമുക്ക് ഇവനെ വിളിക്കാം. ECU, ECM എന്നൊക്കെ വേണേൽ നമുക്ക് ഇവനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ECU ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്, അതിൻ്റെ ഫുൾ ഫോം പഠിച്ചു വെച്ച് നോക്കണം. ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റാണ്. ഇത് ഇലക്ട്രിക്കലി ആണ് ഈ സംഭവം എന്ത് ചെയ്യുന്നത്, ഫുള്ള് വർക്ക് ചെയ്യുന്നത്. സെൻസറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇലക്ട്രിക്കലിയാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ടീമും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഫ്യൂവൽ ടാങ്ക് വന്ന് കണക്ട് ചെയ്യുന്നുണ്ട്, ഫ്യൂവൽ ഫിൽറ്റർ വന്ന് കണക്ട് ചെയ്യുന്നുണ്ട്, പ്രഷർ റെഗുലേറ്റർ വന്ന് കണക്ട് ചെയ്യുന്നുണ്ട്, സെൻസർ വന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. ഈ എല്ലാത്തിലേക്കും കണക്ഷൻ പോയേക്കുന്നത് ഹൈ പ്രഷർ പമ്പ്. ഇപ്പം ഇങ്ങനെ എല്ലാത്തിലേക്കും കണക്ഷൻ പോയേക്കുന്നത്
എവിടെ നിന്നാണ്? ECUവിൽ നിന്നാണ്. അപ്പോൾ ഇവരെ എല്ലാം കൺട്രോൾ ചെയ്യാനായും അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നതും ആയിട്ടുള്ളൊരു ഭാഗമാണ് ആരെന്ന് പറയുന്നത്? ECU. പിന്നെ ആദ്യം പറയേണ്ടതാണ്, പക്ഷേ നമ്മൾ അവസാനം പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഈ കൺസ്ട്രക്ഷനിൽ ഇവരെല്ലാവരും കണക്ട് ചെയ്ത് നിൽക്കുന്ന ആരുമായിട്ടാണ്? ECU ആയിട്ടാണ്. അപ്പോൾ ECU ആണ് എന്ത് ചെയ്യുന്നത്? ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അത് വർക്കിങ്ങിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫിഗർ ഞാൻ ഒന്നുകൂടി ഒന്ന് സൂം ഔട്ട് ചെയ്യുവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും? നോക്കാൻ പറ്റും. ഞാൻ ഫ്യുവൽ ടാങ്ക് മുതൽ ഒന്നും കൂടി ഒന്ന് കൺസ്ട്രക്ഷൻ പറയാൻ പോവുകയാണ്. ജസ്റ്റ് ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഫിഗറിലോട്ടൊന്ന് നോക്കുക. ഓക്കെ. ഇപ്പോൾ ECU ഉണ്ട് നമുക്കറിയാം. ഇപ്പോൾ നമ്മളിനി ECU ആണ് പറയാൻ പോകുന്നത് അല്ലേ. ഇപ്പോൾ ഇനി പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവും. ECU എന്ന് പറയുന്നവൻ എന്താണ്? എല്ലാവരുമായിട്ടും കണക്ട് ചെയ്ത് നിൽക്കുകയാണ് അല്ലെ. ഇഞ്ചക്ടറുമായിട്ട് കണക്ഷനുണ്ട്. എന്താണ്? ഇപ്പോൾ സെൻസറുമായിട്ട് കണക്റ്റുണ്ട്, പ്രഷർ റെഗുലേറ്ററുമായിട്ട് കണക്റ്റുണ്ട്, ഫിൽറ്ററുമായിട്ട് കണക്റ്റുണ്ട്. ടാങ്കിൽ ഏതാണ്? ഇലക്ട്രിക്കൽ ഫ്യൂൽ പമ്പുമായിട്ട് എന്തുണ്ട്? കണക്ഷനുണ്ട്. അപ്പോൾ ഈ പമ്പിനെയും ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവരെയും വർക്ക് ചെയ്യിക്കുന്നത് കറക്റ്റായിട്ടുള്ള ടൈമിങ്ങിൽ കറക്റ്റായിട്ടുള്ള പ്രഷറിലൊക്കെ വർക്ക് ചെയ്യിക്കണമെങ്കിൽ ആരാണ്? ECU ആണ് വർക്ക് ചെയ്യിക്കുന്നത്. ഇനി നമ്മൾ എന്താണ്? ഇതിൻ്റെ വർക്കിങ്ങിലോട്ട് പോവുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ അതെല്ലാവരും എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. ഓക്കെ. എന്താണ്? എങ്ങനെയാണ് CRDI വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ CRDI എഞ്ചിനിൽ എങ്ങനെയാണ് ഫ്യൂവൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്? സാധാരണ ഒരു എഞ്ചിനിൽ എങ്ങനെയാണ് ഫ്യൂവൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്? അതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ വരുന്നൊരു വ്യത്യാസം എന്താണ്? മറ്റേ സാധാരണ ഒരു എഞ്ചിനിൽ CRDI ഇല്ലാത്തൊരു എഞ്ചിനിൽ ഫ്യൂവൽ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോഴും CRDI ഉള്ള ഒരു എഞ്ചിനിൽ ഫ്യൂവൽ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം അത് ഏറ്റവും അവസാനം നമ്മൾ പറയും ഇതിൻ്റെ. അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും അത് മനസ്സിലാവും. നമ്മളിതിൻ്റെ വർക്കിംഗ് പറയുമ്പോൾ തന്നെ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും നമുക്ക്. അവിടെ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ എന്തുണ്ട്? അഡ്വാൻസ്ഡ് ആയിട്ട് ഇവിടെ ഉണ്ട്. ECU എന്നൊക്കെ പറയുന്ന സിസ്റ്റം അവിടെ ഇല്ല, മറിച്ച് ഇവിടെ ഉണ്ട്. ഇനി അതിൻ്റെ വർക്കിംഗ് കൂടി പറയുമ്പോൾ എന്താണ്? കുറച്ചും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും? അത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ നമുക്കതിൻ്റെ വർക്കിങ്ങിലോട്ട് പോവാം. ഫസ്റ്റ് ഞാൻ ഫ്യൂവൽ ടാങ്ക് അവിടെ തന്നെ വരികയാണ്. അപ്പോൾ ഈ ഫ്യൂവൽ ടാങ്കിൻ്റെ ഉള്ളിൽ ഒരു ഇലക്ട്രിക്കൽ ഫ്യൂവൽ പമ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ ഇലക്ട്രിക്കൽ ഫ്യൂവൽ പമ്പ് നമ്മൾ എന്തിനായിരിക്കും? ഫ്യൂവൽ പമ്പ് സാധാരണ നമ്മൾ എന്ത് ചെയ്യാം? പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഈ ടാങ്കിൽ കിടക്കുന്ന ഫ്യൂവലിനെ നേരെ എങ്ങോട്ട് കൊടുക്കണം? നമുക്ക് പ്രഷർ പമ്പിലേക്ക്, ഹൈ പ്രഷർ പമ്പിലോട്ട് കൊടുക്കണം. അപ്പോൾ ഹൈ പ്രഷർ പമ്പിലേക്ക് കൊടുക്കാം. ഞാനൊന്ന് സൂം ചെയ്യാം. ഇതാണ് ആ ഫിഗർ. അപ്പോൾ ഫ്യൂവൽ ടാങ്കിൽ കിടക്കുന്ന ഫ്യൂവലിനെ ഹൈ പ്രഷർ പമ്പിലേക്ക് കൊടുക്കണം. ആര് വഴി? അതിനിടയ്ക്കൊരാളുണ്ടല്ലോ, ഫ്യൂവൽ ഫിൽറ്റർ വിത്ത് വാട്ടർ സെപ്പറേറ്റർ അല്ലേ. അത്രേ ഉള്ളൂ. അപ്പോൾ ഫ്യൂവൽ ഫിൽറ്റർ വിത്ത് വാട്ടർ സെപ്പറേറ്റർ വഴി എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന വാട്ടറൊക്കെ ഉണ്ടെങ്കിൽ വാട്ടറൊക്കെ റിമൂവ് ചെയ്ത് ഫ്യൂവലിനെ എന്ത് ചെയ്യുന്നു? ഫിൽറ്റർ ചെയ്ത് ക്ലീനാക്കി നേരെ ഹൈ പ്രഷർ പമ്പിലേക്ക് കൊടുത്തു. ആരാണ് കൊടുത്തത്? ഈ ഇലക്ട്രിക്കൽ ഫ്യൂവൽ പമ്പാണ്. നമ്മുടെ ഫ്യൂവൽ ടാങ്കിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഇലക്ട്രിക്കൽ ഫ്യൂവൽ പമ്പ് ഉപയോഗിച്ച് ഫ്യൂവലിനെ എന്ത് ചെയ്യുന്നു? പമ്പ് ചെയ്ത് ഹൈ പ്രഷർ പമ്പിലേക്ക് നേരെ മുകളിൽ കാണാൻ പറ്റും നിങ്ങൾക്കല്ല. ഇപ്പം ഞാൻ സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും. പറയുന്ന കാര്യങ്ങളും ഫിഗറും വ്യക്തമായിട്ട് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക. ക്ലാസ്സിലാണെങ്കിൽ എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ചിരുത്താൻ പറ്റും. നിങ്ങളിത് വീഡിയോ കാണാൻ നേരത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഓരോരുത്തരെയും കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് ഇതിനകത്തേക്ക് ഇരുത്താൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ വീട്ടിലിരുന്നാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കണ്ടാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ ഒരു തവണ അല്ല 2 or 3 തവണ ചിലപ്പോൾ ഇത് ആവർത്തിച്ച് കാണേണ്ടി വരും. ഒന്ന് മനസ്സിലാകണം എങ്കിൽ. വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഫ്യൂവൽ ടാങ്കിനുള്ളിലെ ഇലക്ട്രിക്കൽ പമ്പ് ഉപയോഗിച്ച് നേരെ അങ്ങോട്ട് കൊടുക്കുന്നു. ഹൈ പ്രഷർ പമ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? പമ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കുന്ന ഫ്യൂവലിന് ചെറിയൊരു പ്രഷറുണ്ട്. ഒരു 6 bar പ്രഷറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് കൊടുക്കുന്നത്. 6, അതായത് വെറും ഒരു കുഞ്ഞു പ്രഷറാണ്. ആ കുഞ്ഞു പ്രഷറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് കൊടുക്കുന്നത്. ഒരു 6. അപ്പോഴും നമ്മൾ എന്താണ്? കുഞ്ഞൊരു പ്രഷർ കൊടുത്തിട്ടാണ് ഇവൻ എന്ത് ചെയ്യുന്നത്? പമ്പ് ചെയ്ത് ഹൈ പ്രഷർ പമ്പിലോട്ട് കൊടുക്കുന്നത്. ഹൈ പ്രഷർ പമ്പിൽ പോയി കഴിഞ്ഞാൽ പിന്നെ മാറ്റങ്ങൾ വരുന്നത് വളരെ നല്ലൊരു വലിയൊരു മാറ്റമാണ്. അപ്പോൾ അത് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു 6 ബാറാണ് അല്ലേ, 6 bar പ്രഷറിലാണ് എങ്ങോട്ട് കൊടുക്കുന്നത്? ഫ്യൂവൽ ഹൈ പ്രഷർ പമ്പിലേക്ക് കൊടുക്കുന്നത്. ആര് വഴി? ഫ്യൂവൽ ഫിൽറ്റർ വിത്ത് വാട്ടർ സെപ്പറേറ്റർ വഴി. അപ്പോൾ ഇതിൻ്റെ പ്രഷർ നമുക്കറിയാം. ആ സമയത്തുള്ളൊരു പ്രഷർ, ഫ്യൂവലിൻ്റെ പ്രഷർ എത്രയായിരിക്കും? ഈ ലൈനുകളിലൂടെ പോകുമ്പോൾ ഉള്ള ഫ്യൂവലിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ബ്ലൂ കളറിലൊക്കെ കാണുന്നത് ആണ്. ബ്ലൂ കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിൽറ്റർ ടു ഹൈ പ്രഷർ പമ്പാണ് കേട്ടോ. അല്ലാതെ വേറെ ബ്ലൂ ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അപ്പോൾ അതിൻ്റെ ഒരു പ്രഷർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ഉള്ളൂ. ഒരു 6
ഒക്കെ ഉള്ളൂ. ആ 6 ബാർ പ്രഷറിലാണ്. അപ്പോൾ ചെറിയ കുഞ്ഞു പമ്പാണല്ലോ നമ്മുടെ ഈ ഫ്യൂൽ ടാങ്കിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു ചെറിയൊരു പമ്പാണ്. അത് ഇലക്ട്രിക്കൽ പമ്പാണ്. ആ ഇലക്ട്രിക്കൽ പമ്പിന് ഡെവലപ്പ് ചെയ്യാവുന്നൊരു പ്രഷറുണ്ട്. എത്രയാണ്? 6. ആ 6ന് മുകളിലേക്ക് അവൻ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു 6 ബാർ പ്രഷറിലാണ് അവൻ എന്ത് ചെയ്യുന്നത്? പമ്പ് ചെയ്ത് കൊടുക്കുന്നത്. മുകളിലോട്ട് പോകാൻ ആ ഫോഴ്സിൽ എന്ത് ചെയ്യാനായിട്ടൊന്ന് അതിൻ്റെ ഫ്ലോ കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ആ ഒരു ചെറിയൊരു ബാർ പ്രഷറിൽ എന്ത് ചെയ്യുന്നത്? അവൻ പമ്പ് ചെയ്യുന്നത്. ഇങ്ങനെ പമ്പ് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് വാട്ടറൊക്കെ ക്ലീൻ ചെയ്ത് ഹൈ പ്രഷർ പമ്പിലേക്ക് എത്തുന്ന ഫ്യുവലിനെ എന്ത് ചെയ്യുന്നു? ഹൈ പ്രഷർ പമ്പ്. അതിൻ്റെ പേര് തന്നെ എന്താണ്? ഹൈ പ്രഷർ പമ്പ് എന്നാണ്. പമ്പ് അതായത് ഫ്യുവലിൻ്റെ പ്രഷറിനെ എന്ത് ചെയ്യുന്നു? ഹൈ ആക്കുന്നു. എങ്ങനെ? ഒരു 200 മുതൽ 2000 വരെ, അതായത് 200 to 2000 ആണ്. ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ. ഹൈ പ്രഷർ പമ്പിലേക്ക് എത്തിക്കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ഫ്യുവലിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്തത്, അതായത് കൂടിയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 6 ബാർ പ്രഷറിലെ 6 ബാർ പ്രഷറിലെത്തിയ ഫ്യുവലിനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? 200 മുതൽ 2000 വരെ പ്രഷറാക്കി മാറ്റിയത് ഹൈ പ്രഷർ പമ്പ്. അപ്പോൾ FIP നമുക്കറിയാം. FIP ചെയ്തത് എന്താണ്? ഫ്യുവലിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുമായിരുന്നു ചെയ്തത്. ഇവിടെ ഹൈ പ്രഷർ പമ്പ് എന്താണ് തന്നെ ചെയ്യുന്നത്? അത് തന്നെയാണ് ചെയ്യുന്നത്. മാറ്റമൊന്നുമില്ല. എന്ത് ചെയ്യുന്നു? 200 മുതൽ, പക്ഷേ ഇവിടെ കൂടുതലാണ്, 200 മുതൽ 2000 ബാർ പ്രഷർ. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അത്രയും പ്രഷറൈസ് ചെയ്ത് എന്ത് ചെയ്യുന്നു? വെളിയിലോട്ട് കൊടുക്കുന്നു. ഞാനിതിനെ ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മാറ്റുവാണ്. ഇനി നമുക്ക് വർക്കിംഗ് പറയേണ്ടത് ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മാറ്റിയത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു റെഡ് ലൈനുണ്ട്. മനസ്സിലായി എന്താണെന്നുള്ളത്? അതിനകത്ത് വന്ന ഫ്യൂവലിനെ പ്രഷറൈസ് ചെയ്തിട്ട് പുറത്തേക്ക് വിട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ആ പറഞ്ഞിരിക്കുന്ന ഫ്യൂവലിൻ്റെ കളർ എന്ത് ചെയ്ത് അവരൊന്ന് ചേഞ്ച് ചെയ്തല്ലേ? റെഡ് കളറിലാക്കി. അപ്പോൾ ആ റെഡ് കളർ വരുന്നത് എന്താണ്? ഹൈ പ്രഷർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ റെഡ് കളറിൽ എന്ത് ചെയ്തിരിക്കുന്നത്? അതിനെ കൊടുത്തേക്കുന്നത്. ഇനി അങ്ങനെ ഹൈ പ്രഷറിൽ നേരെ എങ്ങോട്ടാണ് വരുന്നത്? നേരെ കോമൺ റയൽ വഴി വീണ്ടും നമ്മൾ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ 4 ലൈൻ കാണാം. 4 ലൈനും എന്താണ്? റെഡാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. കോമൺ റയലിലെത്തിയിട്ട് അവിടുന്ന് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? 4 ഇഞ്ചക്ടറിലോട്ടാണ് പോകുന്നത്. 4 ഇഞ്ചക്ടറിലോട്ട്. അപ്പോൾ അത്രയും ഇഞ്ചക്ടറിൽ എത്തുന്നത് വരെയും എന്ത് തന്നെയാണ്? ആ പ്രഷർ തന്നെയാണ്. ഡെവലപ്പ് ചെയ്ത പ്രഷറിൽ താഴത്തേക്ക് കോമൺ റയലിലേക്ക് വരുന്നു. കോമൺ റയലിൽ നിന്ന് നേരെ എന്ത് ചെയ്യുന്നു? അവൻ 4 സിലിണ്ടറിലേക്കും ഈക്വലായിട്ടാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ ഒരു സിലിണ്ടറിൽ എന്താണ് കുറച്ച് പ്രഷർ കൂടുതലിരിക്കട്ടെ, മറ്റേ സിലിണ്ടറിൽ എന്താണ് ഇവൻ ഇത്തിരി മോശം സിലിണ്ടറാണ്, അവന് കുറച്ച് പ്രഷർ കുറച്ച് കൊടുത്താൽ മതി എന്നുള്ള രീതിയിലല്ല. 4 സിലിണ്ടറിലും ഈക്വലായിട്ട് എന്ത് ചെയ്യുന്നു? പ്രഷറിനെ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു അല്ലേ? അങ്ങനെ നേരെ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞിരിക്കുന്ന ഇഞ്ചക്ടറിലെത്തുന്നു. ഇഞ്ചക്ടർ എന്ത് ചെയ്യുന്നു? നേരെ സിലിണ്ടറിൽ കറക്റ്റ് സമയങ്ങളിൽ കറക്റ്റ് ടൈമിൽ എന്താണ്? ഇഞ്ചക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ടൈമിൽ ഇഞ്ചക്റ്റ് ചെയ്യിക്കുന്ന ആരാണ്? ECU ആണ്. നമ്മൾ പറഞ്ഞു ഇവന്മാരെല്ലാം കണക്ട് ചെയ്തേക്കുന്നത് ആരുമായിട്ടാണ്? ECU ആയിട്ടാണ്. ഇതിനകത്ത് പ്രഷർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈക്വൽ പ്രഷറായിട്ട് നിർത്താനായിട്ട് ആര് സഹായിക്കുന്നു? ECU, ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. അതേപോലെ ഇഞ്ചക്ടറിനെ എന്ത് ചെയ്യുന്നു? ഇഞ്ചക്റ്റ് ചെയ്യാനായിട്ട് ആര് സഹായിക്കുന്നു? ECU സഹായിക്കുന്നു. അപ്പോൾ ECUവിനെ അറിയാം, കറക്റ്റായിട്ട് സെൻസ് ചെയ്യും. നമുക്ക് സാധാരണ മറ്റത് എങ്ങനെയായിരുന്നു? സാധാരണ ഈ CRD അല്ലാത്തൊരു എഞ്ചിനിൽ എങ്ങനെയായിരുന്നു? പിസ്റ്റൺ TDCയിലെത്തി ചിലപ്പോൾ എത്തുന്നതിന് തൊട്ട് മുന്നായിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ ഡീസൽ ഇഞ്ചക്റ്റ് ചെയ്തെന്നിരിക്കും. ചിലപ്പോൾ താഴത്തേക്ക് വരുന്ന ഇതിലായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്? ലാഗും ലീഡും നമ്മൾ പഠിച്ചതാണ് അല്ലേ? ലാഗും ലീഡും ഒക്കെ. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ആ സമയത്ത് അപ്പോൾ ലാഗായിട്ടും ഇഞ്ചക്റ്റ് ചെയ്യാൻ, ലീഡ് ചിലപ്പോൾ മുമ്പേ ഇഞ്ചക്റ്റ് ചെയ്യാം, ചിലപ്പോൾ എന്താണ് ലാഗായിരിക്കും, ചിലപ്പോൾ ലീഡായിരിക്കും, പെട്ടെന്ന് അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ ഇവിടെ ആ ഒരു പ്രശ്നമില്ല. കാരണം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സെൻസ് ചെയ്യുന്നുണ്ട്. സെൻസർ ഓൾറെഡി വെച്ചിട്ടുണ്ട് സിലിണ്ടറിന്. അപ്പം കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞിരിക്കുന്ന എവിടെ എപ്പോൾ എങ്ങനെയാണോ ഇഞ്ചക്റ്റ് ചെയ്യേണ്ടത് ആ അറ്റ് എ ടൈമിലായിരിക്കും ആര് ഇഞ്ചക്റ്റ് ചെയ്യുന്നത്? ഇഞ്ചക്ടർ ഇഞ്ചക്റ്റ് ചെയ്യുന്നത്. കാരണം ആ സമയത്ത് ഇഞ്ചക്റ്റ് ചെയ്യൂ എന്നുള്ളത് ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ECU പറഞ്ഞു കൊടുക്കുക. അതായത് നമ്മൾ മുമ്പേ അല്ലെങ്കിൽ കുറച്ച് നേരത്തെയോ അല്ലെങ്കിൽ താമസിച്ചോ ഒന്നും എന്ത് ചെയ്യത്തില്ല? ഇഞ്ചക്റ്റ് ചെയ്യത്തില്ല. ECU ഉള്ളത് കൊണ്ട് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റാണ് അല്ലേ? ആ കൺട്രോൾ യൂണിറ്റ് ഉള്ളതുകൊണ്ട് ഇവന്മാരെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അവനാണ്. അപ്പോൾ അവൻ ഫെയിലാവാതെ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ECU ഫെയിലായില്ല എങ്കിൽ എന്താണ്? ഇതിൻ്റെ വർക്കിംഗ് എല്ലാം പക്കയായിട്ട് നടക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിഫിക്കൽട്ടുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ECU എന്ത് ചെയ്യുന്നുണ്ട്? ഇവരെല്ലാവരെയും കൺട്രോൾ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കറക്റ്റായിട്ട് ഇഞ്ചക്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, 4 സിലിണ്ടറിലും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുന്നു? നമുക്കിതിനെ
യൂണിഫോം പവറും ഡെവലപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ. അപ്പോൾ ഒരു സിലിണ്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ബാക്കി 3 സിലിണ്ടറിലും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം എന്താ, ഈ കോമൺ റോയിൽ എല്ലാ സിലിണ്ടറിലും ഈക്വൽ പ്രഷറാണ് എന്ത് ചെയ്യുന്നത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സിലിണ്ടറിലും എന്താണ് യൂണിഫോം പ്രഷർ ഡെവലപ്പ് ചെയ്യും നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടി എന്തുണ്ട്, മറ്റേ നമ്മുടെ സാധാരണ ഫ്യൂവൽ ഇഞ്ചക്ഷനിലില്ലാത്ത ഒരു പ്രത്യേകത എന്തുണ്ട് നമ്മുടെ കോമൺ റോയിലുണ്ട്. സാധാരണ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു സിലിണ്ടറിൽ ചിലപ്പോൾ എന്താണ് ഡീസൽ ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ചിലപ്പോൾ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും കുറവായിരിക്കും. ചിലപ്പോൾ അടുത്തതിനകത്തായിരിക്കും ചിലപ്പോൾ ഹൈ പ്രഷർ വരാൻ നേരത്ത് അവിടെ ചിലപ്പോൾ എന്ത് ചെയ്യുന്നു ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ അടുത്തതിൽ ഇഞ്ചെക്റ്റ് ചെയ്യാൻ നേരത്ത് എന്തായിരിക്കും ചിലപ്പോൾ ലാഗായി പോകുന്നു, ചിലപ്പോൾ ലീഡായി പോകുന്നു, പെട്ടെന്ന് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു, എത്തുന്നതിന് മുമ്പ് സിലിണ്ടർ TDCയിൽ എത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ സംഭവങ്ങൾ എന്ത് ചെയ്യാം സാധാരണ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൽ നടക്കാം. അപ്പോൾ യൂണിഫോം പ്രഷർ ഡെവലപ്പ് ചെയ്യത്തില്ല. സാധാരണ ഒരു ഡീസൽ എഞ്ചിനിൽ എന്താണ് 4 സിലിണ്ടർ ഉണ്ടെങ്കിൽ 4 സിലിണ്ടറിലും യൂണിഫോം പ്രഷറാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അത് പറയാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ്, ഇങ്ങനെയുള്ള കുറേ ഡിഫിക്കൽട്ട് അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ യൂണിഫോം പവർ പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് എഞ്ചിൻ്റെ പെർഫോമൻസ് ഫുള്ളായിട്ട് നമുക്ക് എവിടെ കിട്ടത്തില്ല, നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. പക്ഷേ ഇവിടെ ഈ മോഡേൺ എഞ്ചിനിൽ CRDA ഉള്ള എഞ്ചിനിൽ കോമൺ റയൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം എന്നോ കോമൺ റയൽ ഡീസൽ ഇഞ്ചക്ഷൻ സിസ്റ്റം എന്നോ നിങ്ങൾ പഠിക്കുന്ന ഈ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു എഞ്ചിനിൽ എങ്ങനെയായിരിക്കും 4 സിലിണ്ടർ ഉണ്ടോ 4 സിലിണ്ടറിലും യൂണിഫോം പ്രഷറായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. 6 സിലിണ്ടർ ആണോ യൂണിഫോം പ്രഷറായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. അതിനകത്തൊരു സംശയം വേണ്ട. കാരണം കോമൺ റെയിലിൽ വരുന്ന ഈ പ്രഷറിനെ ഈക്വൽ പ്രഷറാക്കി ഡിവൈഡ് ചെയ്തിട്ടാണ് എങ്ങോട്ട് കൊടുക്കുന്നത് 4 അല്ലെങ്കിൽ 6 ഇഞ്ചക്ടറിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ 4 ഇഞ്ചക്ടറും 4 സിലിണ്ടറിലാണ് ഇരിക്കുന്നത്. ഈ സിലിണ്ടറുകളിൽ എന്താണ് യൂണിഫോം പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സെൻസർ ഉപയോഗിച്ചാണ് ഇഞ്ചക്ട് അല്ലേ ECU ആണ് എന്ത് ചെയ്യുന്നത് ഇഞ്ചെക്റ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇഞ്ചക്ടറിന് ഡിഫിക്കൽട്ട് ഉണ്ടെങ്കിൽ തന്നെ അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യും ഇൻഫർമേഷൻ തരും ECU. ഇന്ന സിലിണ്ടറിൽ ഇന്ന ഇഞ്ചക്ടർ എന്താണ് ഡിഫിക്കൽട്ടാണ്, റീപ്ലേസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അവനെ റീപ്ലേസ് ചെയ്ത് പുതിയത് വെക്കുന്നു. അപ്പോഴും നമുക്ക് എന്താണ് കിട്ടുന്നത് ഔട്ട്പുട്ട് വളരെ നല്ലൊരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത് അല്ലേ. 4 സിലിണ്ടറിലും എന്തായിരിക്കും വീണ്ടും 4 സിലിണ്ടറിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറും അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡെവലപ്പ് ചെയ്യുന്ന പവറും ഒക്കെ എന്തായിരിക്കും യൂണിഫോം പവറായിരിക്കും. അതിനകത്തൊരു സംശയവും വേണ്ട. അപ്പോൾ ഇതാണ് ഈ കോമൺ റയൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൻ്റെ ഒരു വർക്കിംഗ്. അപ്പോൾ ഇതിനകത്ത് 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ല അല്ലേ. ഈ സമയം തന്നെ കോമൺ റയലിൽ നമുക്ക് 2 കമ്പോണൻസ് കാണാൻ നമ്മൾ പറഞ്ഞായിരുന്നു. ആരൊക്കെയാണ് പ്രഷർ റെഗുലേറ്ററും പ്രഷർ സെൻസറും അല്ലേ, 2 സൈഡിലുള്ള. അവന്മാരെന്തായിരിക്കും അപ്പോൾ ചെയ്യുന്നത്, അവന്മാർക്ക് എന്തെങ്കിലും ഒരു വർക്കിംഗ് ഉണ്ടാവുമല്ലോ അല്ലേ. അവരൊന്നുമല്ല ചെയ്യുന്നത്. അവർക്ക് നമുക്ക് ജസ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും, ഒരു നീല ലൈൻ കാണാൻ പറ്റും അല്ലേ പ്രഷർ റെഗുലേറ്ററിൻ്റെ. നിങ്ങളുടെ ആ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ മതി, അതാണ് ലെഫ്റ്റ് സൈഡിലുള്ള ആളാണ് ആര് പ്രഷർ റെഗുലേറ്റർ. കോമൺ റയൽ ഇപ്പോൾ ഇനി അറിയാമല്ലോ നമുക്ക്, ആ റെഡ് ഒരു പൈപ്പ് പോലെ ഇരിക്കുന്നതാണ് കോമൺ റയൽ. ആ പൈപ്പിൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും പൈപ്പെന്ന് പഠിക്കരുത്, കോമൺ റയലെന്ന് തന്നെ പഠിക്കുക. നമ്മളിപ്പോൾ ഈ ഫിഗറിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പൈപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന കോമൺ റയലിൻ്റെ നമ്മൾ കാണുന്ന വലത്തേ സൈഡിലും ഇടത്തേ സൈഡിലും നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നോക്കുമ്പോൾ വലത് ഇടതുമാണ്, പൈപ്പിൻ്റെ വലത് ഇടതും ശ്രദ്ധിക്കരുത് കേട്ടോ. അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾ കാണുമ്പോഴുള്ള നിങ്ങളുടെ റൈറ്റും ലെഫ്റ്റും. അപ്പോൾ നിങ്ങളുടെ ആ റൈറ്റ് സൈഡിൽ കാണുന്ന പൈപ്പിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത് പ്രഷർ സെൻസർ എന്ന് പറയുന്നത്. ഇടത്തെ സൈഡിൽ കാണുന്നതാണ് ഒരു പ്രഷർ റെഗുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവന്മാരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എക്സസ് വരുന്ന ഫ്യൂവലിനെ, അതായത് ഈ പ്രഷറൈസ് ചെയ്ത് റയലിലേക്ക് കൊടുത്തുമ്പോൾ റയലിൽ ചിലപ്പോൾ എന്ത് വരും കൂടുതൽ ഡീസൽ വന്നെന്നിരിക്കും. അങ്ങനെ കൂടുതൽ വരുന്ന ഡീസലിനെ റെഗുലേറ്റ് ചെയ്ത് നേരെ തിരിച്ച് ടാങ്കിലേക്ക് വിടുന്നതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ സെൻസ് ചെയ്യുമ്പോൾ ഇന്ന കൂടുതൽ ഇത് വരുന്നു. അപ്പോൾ സെൻസർ ചെയ്തിട്ട് നേരെ ഈ പറഞ്ഞ സെൻസർ എങ്ങോട്ട് കൊടുക്കും ECUയിലേക്ക് കൊടുക്കും. കൂടുതലാണ് ഡീസൽ ഇതിനകത്ത് വന്നേക്കുന്നത്. അപ്പോൾ ECU എന്ത് പറയും, ECU നേരെ എങ്ങോട്ടാണ് കണക്ഷൻ, ആർക്കുണ്ട് ഈ പ്രഷർ റെഗുലേറ്ററിലോട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ നേരെ പ്രഷർ റെഗുലേറ്ററിനെ ഓപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും അതിനകത്ത് പ്രഷർ കുറയ്ക്കും. ഹൈ പ്രഷർ വന്നാലും എന്ത് ചെയ്യും നമ്മൾ കുറയ്ക്കും. ഹൈ പ്രഷർ എന്ന് പറഞ്ഞാൽ ഡീസൽ വരുന്നതിന് ഏതാണ് നമ്മൾ ഹൈ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡീസൽ നമ്മൾ എന്ത് ചെയ്യും തിരിച്ച് റിട്ടേൺ ഡീസൽ ടാങ്കിലേക്ക് വിടും. ഇനി ഇഞ്ചക്ടറിൽ നോക്കിയാൽ നിങ്ങൾ, ഇഞ്ചക്ടറിലും റെഡ് ലൈൻ ഉണ്ട് 4 എണ്ണം. അതിനുശേഷം അതിൻ്റെ ഇഞ്ചക്ടറിൻ്റെ മുകളിൽ കൂടി ഒരു പൈപ്പ് പോകുന്നുണ്ട്, റിട്ടേൺ ലൈൻ പോകുന്നു. അതായത് ഇഞ്ചക്ടറിൽ എന്താണ് എക്സസ് ആയിട്ട് ഫ്യൂവൽ വന്നാൽ അവനെയും തിരിച്ച് ടാങ്കിലേക്ക് വിടാനുള്ള സിസ്റ്റം എന്തുണ്ട് ഇതിനകത്തുണ്ട്. അപ്പോൾ അവിടെയും ഒക്കെ സെൻസറാണ് ഉപയോഗിക്കുന്നത്. സെൻസർ എന്ത് ചെയ്യുന്നു സെൻസ് ചെയ്യുന്നു. അങ്ങനെ സെൻസ് ചെയ്യുമ്പോൾ ഹൈ പ്രഷർ ഏതെങ്കിലും ഒരു ഇഞ്ചക്ടറിൽ ഹൈ പ്രഷർ തോന്നിയാൽ ആ ഇഞ്ചക്ടറിനകത്ത് നിന്ന് എന്ത് ചെയ്യും ഡീസലിനെ റിട്ടേൺ എങ്ങോട്ട് കൊടുക്കും ടാങ്കിലേക്ക് കൊടുക്കും. അവിടെ വേണ്ട എത്ര ബാർ പ്രഷറാണോ ആ ബാർ പ്രഷറിൽ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത് നിലനിർത്തുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ് ECU ആണ്
ഒരു കാര്യം മനസ്സിലായി അല്ലേ? ഇപ്പോൾ ഇഞ്ചക്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നു ECU. ഇഞ്ചക്റ്റ് ചെയ്യാനായിട്ട് ആരാണ്? ഇപ്പോൾ ഇഞ്ചക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ കറക്റ്റ് ടൈമിങ്ങിൽ കറക്റ്റ് പർട്ടിക്കുലർ ടൈമിൽ ഇഞ്ചക്റ്റ് ചെയ്യണം. അല്ലാതെ അത് താമസിക്കാനും പാടില്ല, ചിലപ്പോൾ എന്താണ് മുമ്പേ ഇഞ്ചക്റ്റ് ചെയ്യാനും പാടില്ല. അങ്ങനെ രണ്ട് സംഭവിച്ചാലും, ലാഗ് സംഭവിച്ചാലും ലീഡ് സംഭവിച്ചാലും നമുക്കവിടെ എന്താണ് ഔട്ട്പുട്ട് മോശമായിരിക്കും. കാരണം കറക്റ്റായിട്ടുള്ളൊരു പവർ അവിടെ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അപ്പോൾ പർട്ടിക്കുലർ ഒരു ടൈമുണ്ട് അല്ലേ? ആ പിസ്റ്റൺ TDCയിൽ എത്തി നിൽക്കുന്ന സമയം, ആ എത്തി നിൽക്കുന്ന ഒരു സെക്കൻഡ് ഉണ്ട്, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡാണ്. ആ ടൈമിൽ നമുക്കവിടെ എന്ത് ചെയ്യണം? ഇഞ്ചക്റ്റ് ചെയ്തിരിക്കണം. അതല്ല എങ്കിൽ നമുക്ക് എന്ത് കാണത്തില്ല, അവിടെ പവർ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. പവർ പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷേ ഇഞ്ചക്റ്റ് ചെയ്യുമ്പോൾ തോന്നുന്ന പോലെ ഇഞ്ചക്റ്റ് ചെയ്താലും ഒക്കെ പവർ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഫുൾ പവർ നമുക്കവിടെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്താണ്? കറക്റ്റ് ടൈമിങ്ങിൽ ഇഞ്ചക്റ്റ് ചെയ്യണം. അങ്ങനെ കറക്റ്റ് ടൈമിംഗ് അനുസരിച്ച് ഇഞ്ചക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആളാണ് ആര്? ECU. ഇനി ഇതേപോലെ റയലിൽ എക്സസ് പ്രഷർ വന്നു കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യുന്നു? തിരിച്ച് റിട്ടേൺ ടാങ്കിലേക്ക് ആര് വിടുന്നു? ECU വിടുന്നു. എല്ലാ കാര്യങ്ങളും പ്രഷർ പമ്പ്, ഫിൽട്ടർ, അതേപോലുള്ള എല്ലായിടത്തും ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ECU ആണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു CRD എഞ്ചിനുള്ള വണ്ടികളിൽ വൈബ്രേഷൻ ആൻഡ് നോയ്സ്, വൈബ്രേഷനും സൗണ്ടും എന്തായിരിക്കും? കുറവായിരിക്കും. സാധാരണ ഒരു ഡീസൽ എഞ്ചിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടിക്കകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും CRD എഞ്ചിനൊക്കെ ആണെങ്കിൽ നിങ്ങൾ അറിയില്ല, വണ്ടിക്കകത്താണ് ഇരിക്കുന്നതെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഡീസൽ എഞ്ചിനാണെങ്കിൽ എന്താണ്? ഈ പറഞ്ഞ വൈബ്രേഷനും നോയ്സും എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അപ്പോൾ സാധാരണ എഞ്ചിനെ അപേക്ഷിച്ച് നമുക്ക് CRD എഞ്ചിനിൽ എന്താണ്? വൈബ്രേഷനും നോയ്സ് സൗണ്ടും എന്താണ്? വളരെ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ റിപ്പീറ്റ് അടിച്ച് തന്നെ ഇത് കേൾക്കുക, ഫിഗറുകൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഓരോ കമ്പോണൻസും ശ്രദ്ധയോടെ ഇരുന്ന് നോക്കി മനസ്സിലാക്കി എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ അതിൻ്റെ നോട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ക്ലാസ് ഇടുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് തരും. നോട്ട് എഴുതുക, ഈ ഫിഗർ അതേപടി എന്ത് ചെയ്യുക, റെക്കോർഡിൽ വരയ്ക്കുക. ഒരു പേജിൽ വ്യക്തമായിട്ട് വരയ്ക്കാൻ പറ്റണം, വളരെ വ്യക്തമായിട്ട്. ഇതെല്ലാം എന്താണ്, കമ്പോണൻസ് എല്ലാം ഉണ്ടാവണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, വരച്ച് വ്യക്തമായിട്ട് അടയാളപ്പെടുത്തുക കേട്ടോ. അടയാളപ്പെടുത്താനുള്ളതെല്ലാം ഉണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം ഇതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ സൂം ചെയ്തപ്പോൾ അതൊന്നും കണ്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാം എന്തുണ്ട്, എല്ലാത്തിലും കറക്റ്റായിട്ട് അടയാളപ്പെടുത്തണം. കോമൺ റെയിൽ മാത്രമാണ് അടയാളപ്പെടുത്താതെ ഉള്ളത് ഇതിനകത്ത്. കോമൺ റെയിൽ അത് അവർ വിട്ടുപോയതായിരിക്കും. അപ്പോൾ കോമൺ റെയിൽ മാത്രം എന്ത് ചെയ്യണം, ആ പൈപ്പായിട്ടിരിക്കുന്ന സംഭവം അതിനെ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യണം, കോമൺ റെയിൽ എന്ന് അടയാളപ്പെടുത്തണം. അത് ഇവരെന്ത് ചെയ്തിട്ടില്ല, അടയാളപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തുക. ഓക്കെ. അപ്പോൾ അടുത്ത ഈ ഒരു CRDA എന്ന് പറയുന്നൊരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ടോപ്പിക് കൊണ്ട് നമുക്ക് എന്താണ്, ഡീസൽ ഫ്യൂവൽ സിസ്റ്റം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ പെട്രോൾ ഫ്യൂവൽ സിസ്റ്റം ആയിരിക്കും കേട്ടോ. പെട്രോൾ ഫ്യൂവൽ സിസ്റ്റത്തിൽ ഇതേപോലെ എന്തൊക്കെയാണ്, അവിടുത്തെ മോഡേൺ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, താങ്ക് യു.